ആവേശമായി കല്യാശ്ശേരി സോക്കർ ലീഗ് KSL MLA കപ്പ് മാടായി റെയിൽവേ സ്റ്റേഷൻ മൈതാനത്ത് മുൻ ഇന്ത്യൻ ഫുട്ബോളറും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ യു ഷറഫ് അലി മത്സരം ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലത്തിലെ 8 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. പഴയങ്ങാടിയുടെ ഫുട്ബോൾ പാരമ്പര്യത്തെ തിരിച്ചുപിടിക്കാനും ലഹരിക്കെതിരായി കായിക മേഖലയെ സജീവമാക്കുകയും ലക്ഷ്യമിട്ടാണ് കല്യാശ്ശേരി MLA M വിജിന്റെ നേതൃത്വത്തിൽ MLA കപ്പ് ആവിഷ്കരിച്ചത്. കല്യാശ്ശേരി മണ്ഡലത്തിലെ 8 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. ഒരു ടീമിൽ 3 ഫുട്ബോൾ താരങ്ങൾ കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്നുള്ളവർ ആയിരിക്കണമെന്ന നിബന്ധനയോടെ താരലേലം സംഘടിപ്പിച്ചാണ് ടൂർണമെന്റ് ഒരുക്കുന്നത്. മുൻ ഇന്ത്യൻ ഫുട്ബോളറും കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ യു ഷറഫ് അലി മത്സരം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ M വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. ജനുവരി 26 വരെയാണ് പഴയങ്ങാടി റെയിൽവേ ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ മത്സരം നടക്കുന്നത്. ഒരു ദിവസം 2 മത്സരങ്ങളാണ് ഉണ്ടാവുക. 7 മണി മുതൽ 8 മണി വരെയും 8:30 മുതൽ 9:30 വരെയുമാണ് മത്സരം നടക്കുക. ടൂർണമെന്റ് ചാമ്പ്യന്മാർക്ക് മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് സ്പോൺസർ ചെയ്യുന്ന MLA കപ്പ് റോളിംഗ് ട്രോഫിയും കണ്ണപുരം പൊയ്യിൽ കാർത്യായനി അമ്മയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ 50,000 രൂപ പ്രൈസ് മണിയും വോയിസ് ഓഫ് കല്യാശ്ശേരി സ്പോൺസർ ചെയ്യുന്ന സ്ഥിരം ട്രോഫിയും ലഭിക്കും. റണ്ണേഴ്സിന് 25,000 രൂപ പ്രൈസ് മണിയും ട്രോഫിയുമാണ് ലഭിക്കുക. ജനുവരി 26-ന് ഫൈനൽ ദിവസം കല്യാശ്ശേരി മണ്ഡലത്തിലെ വെറ്ററൻ താരങ്ങൾ അണിനിരക്കുന്ന ഫുട്ബോൾ സൗഹൃദ മത്സരം ഉണ്ടാകും. രാത്രി 8 മണിക്ക് ഫൈനൽ മത്സരം നടക്കും. കായിക പ്രേമികളുടെ പങ്കാളിത്തത്തോടുകൂടി പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഗ്രൗണ്ട് വീണ്ടും ഒരു കായിക ലഹരിയിലേക്ക് ഫുട്ബോൾ മാമാങ്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കല്യാശ്ശേരി സോക്കർ ലീഗ് MLA കപ്പിന്റെ സീസൺ 1 നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതൊരു വലിയ ടൂർണമെന്റായി തുടർന്ന് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. എവറോളിംഗ് ട്രോഫിയാണ് കപ്പ്. ഏതായാലും കായിക പ്രേമികളുടെ പങ്കാളിത്തം കൊണ്ട് ഒരു വലിയ വിജയമായ ടൂർണമെന്റായി നമ്മുടെ കല്യാശ്ശേരി സോക്കർ ലീഗ് MLA കപ്പ് മാറിയിരിക്കുന്നു എന്നത് തീർച്ചയായും ആവേശകരമായ അനുഭവമാണ്. ആദ്യ മത്സരത്തിൽ ബ്ലാക്ക് കോബ്രാസ് പഴയങ്ങാടിയും മലബാർ FA കല്യാശ്ശേരിയും ഏറ്റുമുട്ടി. രണ്ടാം മത്സരത്തിൽ MYT കടന്നപ്പള്ളി മാട്ടൂൽ സ്പോർട്സ് സിറ്റി സാഗ്യു യൂത്തും ഏറ്റുമുട്ടി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.